ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് സോൺ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ റെയിൽവേയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. 50,000-ലധികം അപ്കമിംഗ് വേക്കൻസീസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വന്ന റിപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് 50,000 അപ്കമിംഗ് വേക്കൻസി വരുമ്പോൾ ജെയും എൻ ടി പി സിയും ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നുണ്ടാവാന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. അതിന് മുന്നേ അതിലേക്ക് വരുന്നതിന് മുന്നേ ഇതുവരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. അപ്പോൾ 2024-25 കാലയളവിൽ ALP 18,000, ടെക്നീഷ്യൻ 14, RPF SI കോൺസ്റ്റബിൾ 4,500, JE 8,000, പാരാമെഡിക്കൽ 1,300, NTPC 11,000, മിനിസ്റ്റീരിയൽ 1,000, അതേപോലെ ലെവൽ 1 ഗ്രൂപ്പ് ഡി 32,000, പിന്നെ ALP 2025 9,970, ടെക്നീഷ്യൻ 4,238. അപ്പൊ ടെക്നീഷ്യന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എനിവേ ടോട്ടൽ നമുക്ക് നോക്കുമ്പോൾ 1,80,324 നമുക്ക് ടോട്ടൽ കിട്ടുന്നുണ്ടാവാം. 1,80,324. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിലേക്ക് വരാം. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ബിഗ് റിക്രൂട്ട്മെന്റ് പുഷ്. റെയിൽവേ ഗിവ്സ് 9,000 ജോബ്സ് ഇൻ Q1 Q1 ആൻഡ് പ്ലാൻസ് ടു 50,000 ഫോർ ഫിനാൻഷ്യൽ ഇയർ 25-26. 1.8 lakh വേക്കൻസീസ് അനൗൺസ്ഡ് സിൻസ് 2024. അതായത് 1.8 lakh നമുക്ക് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നോക്ക്, 1,80,324. ഓക്കെ, അപ്പൊ 50,000 അപ്പോയിന്റ്മെന്റ്സ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 26-27. അപ്പൊ ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1,80,324 വേക്കൻസീസ് 2024 ശേഷം അവരെന്ത് ചെയ്തു? റിലീസ് ചെയ്തു, നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു. അത് കൂടാണ്ട് ഒരു 50,000 വേക്കൻസീസ് അല്ലെങ്കിൽ ഒരു 50,000 ഒഴിവുകൾ എന്ത് ചെയ്യാം, റെയിൽവേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ള രീതിയിലാണ് ഈ ഒരു PIBയുടെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 50,000 വേക്കൻസീസ് എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ വരാം? ഇതേപോലെ JE വരാം, NTPC വരാം, ടെക്നീഷ്യന്റെ ഓൾറെഡി അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ പാരാമെഡിക്കൽ ഓൾറെഡി ഇനി വന്നില്ല, അത് വരണത്രേ. അതേപോലെ NTPC, അതേപോലെ ലെവൽ 1 കൂടി എന്ത് ചെയ്യാം, വേണമെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പൊ അതിൽ 50,000 പ്ലസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അതായത് 50,000-ലധികം വേക്കൻസീസ് ആണ് ഇനിയുള്ള 2026-27 ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഒരു കലണ്ടർ പ്രകാരം എന്താ പറയുന്നത്, 2026-27 അപ്പോയിന്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് 26 വരെയുള്ള വേക്കൻസീസ് ആയിരിക്കും അസസ്മെന്റ് നടത്തുക എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഇത് അതിന്റെ ഒരു PIBയുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു റിലീസ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഒഫീഷ്യൽ ആയിട്ട് കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് എന്തായാലും വരുന്നുണ്ടാവും. RRBGയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും. ഓക്കെ, ജൂലൈ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ മാക്സിമം ഓഗസ്റ്റ് തന്നെ വരുന്നുണ്ടാവും. പാരാമെഡിക്കലിന് ഓൾറെഡി അവിടെ ഡ്രാഫ്റ്റിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.